പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന് UN പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീനെ അംഗീകരിച്ചാൽ ഹമാസിന് പ്രോത്സാഹനമാകും. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പണം നൽകുന്നത് ഇന്ത്യയും ചൈനയുമാണെന്നും വിമർശനം. ഇന്ത്യ പാക് സംഘർഷം അടക്കം 7 യുദ്ധങ്ങൾ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചുവെന്നും ട്രംപ് പറഞ്ഞു. As everyone knows, I have also been deeply engaged in seeking a ceasefire in Gaza. Have to get that done. Have to get it done. Unfortunately, Hamas has repeatedly rejected reasonable offers to make peace. We can't forget October 7th, can we? Including October 7th, even while they refused to release the hostages or accept a ceasefire. Instead of giving to Hamas and giving so much, because they've taken so much, they have taken so much. This could have been solved so long ago. But instead of giving in to Hamas's ransom demands, those who want peace should be united with one message: release the hostages now. Just release the hostages now. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി 24 പ്രതിനിധി മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കര, 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച എനിക്ക് ഐക്യരാഷ്ട്രസഭയുടെ നന്ദി വാക്കുകൾ കിട്ടിയില്ല. എന്താണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ആരും എൻ്റെ പേര് പറയുന്നില്ല. ഇങ്ങനെ ഏതാണ്ട് പരിഭവങ്ങൾ നിറഞ്ഞതാണ് ട്രംപിൻ്റെ പ്രസംഗം. ഈ പതിവ് പല്ലവികൾ, നേരത്തെ ഞാൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, ഇന്ത്യയും ചൈനയുമാണ് റഷ്യയ്ക്ക് പണം നൽകുന്നത്, യുദ്ധത്തിൽ ഈ പതിവ് പല്ലവികളും പരിഭവങ്ങളും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിലും കേൾക്കുന്നത്, അല്ലേ? വിജയകുമാർ, 7 യുദ്ധങ്ങളുടെ കാര്യം ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന 7 രാജ്യങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ള ഡിമാൻഡിൽ ഉറച്ചു നിന്നത് ട്രംപിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശത്രുക്കൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഇറാൻ പ്രസിഡന്റും ബ്രസീൽ പ്രസിഡന്റും ഒക്കെ ഇരിക്കുന്ന വേദിയിലാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഐക്യരാഷ്ട്ര സഭയോടുള്ള തന്റെ ഒരു നീരസവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം തന്നെ തുടങ്ങിയത്. അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആയിരുന്നപ്പോൾ $500 മില്യൺ ഇതൊരു മനോഹര കെട്ടിടമാക്കി മാറ്റാം എന്നുള്ള ഒരു ഓഫർ കൊടുത്തതാണ്. പക്ഷേ ഐക്യരാഷ്ട്ര സഭ അത് നിരസിച്ചു. അതുകൊണ്ട് തന്നെ ഒരു താഴ്ന്ന മുഖമുള്ള ഒരു കെട്ടിടമാണ് പണിതു വെച്ചിരിക്കുന്നത് എന്ന് കളിയാക്കിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയത്. പാലസ്തീൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് തീർത്തു പറഞ്ഞിരിക്കുന്നത് ഹമാസ് നടത്തിയ ക്രൂരതകളും പ്രത്യേകിച്ച് ഒക്ടോബർ 7 നടത്തിയ ക്രൂരതകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പാലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവർക്ക് കയ്യിൽ വെച്ച് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. ഹമാസ് അത് അർഹിക്കുന്നില്ല. ഹമാസ് എത്രയും വേഗം മോചനദ്രവ്യം തുടർച്ചയായിട്ട് ആവശ്യപ്പെടുന്നതിന് പകരം ബന്ദികളെ വിട്ടുകൊടുക്കണം. 20 ബന്ദികൾ ജീവനോടുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതുകൊണ്ട് ആ 20 പേരെ വിട്ടുകൊടുക്കണം. മരിച്ചവരുടെ മൃതദേഹവും വിട്ടുകൊടുക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഐക്യം വേണം എന്ന് പറയുന്ന രാജ്യങ്ങൾ ആദ്യം ഈ ബന്ദികളെ വിട്ടുകിട്ടുവാനുള്ള കാര്യത്തിലാണ് ഐക്യപ്പെടേണ്ടത് എന്നാണ് ട്രംപ് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ അദ്ദേഹം പറയുന്നത് ജൈവായുധങ്ങളും ആണവായുധങ്ങളും ലോകത്ത് വികസിപ്പിക്കുന്നത് നിരോധിക്കണം. ജൈവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുവാനുള്ള ഒരു ആഗോളതലത്തിൽ അതിനെ നയിക്കുവാൻ താൻ റെഡിയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്നുള്ള അവകാശവാദം ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. അത് ആ 7 യുദ്ധങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. ഇത് കൂടാതെ ഇന്ത്യയും ചൈനയും പതുപോലെ ആക്രമിക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് അവർക്ക് യുദ്ധത്തിനുള്ള പണം നൽകുന്നത് ഈ 2 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും. നേറ്റോ രാജ്യങ്ങൾ ഊർജ്ജ ആവശ്യങ്ങൾക്ക് റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം. കാരണം ആ പണവും റഷ്യ ഈ യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. അതുകൂടാതെ ഈ രാജ്യങ്ങൾ ഉപരോധം റഷ്യക്കെതിരെ ഏർപ്പെടുത്തണമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. ഈ പ്രസംഗമെല്ലാം കേട്ടുകൊണ്ട് സെലൻസ്കി വളരെ നേരത്തെ തന്നെ ഐക്യരാഷ്ട്ര സഭയിൽ ഉണ്ടായിരുന്നു. അതേസമയം ഇസ്രയേലിന്റെ കസേരകൾ ഒഴിഞ്ഞായിരുന്നു കിടന്നത്. വിജയകുമാർ, യെസ്, വളരെ കൗതുകമുള്ള പരാമർശങ്ങളാണ് എന്താണ് UN-ൽ നടത്തിയ പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. ആ പ്രസംഗത്തിൽ ഇന്ത്യക്ക് വിമർശനമുണ്ട്, ചൈനയ്ക്ക് വിമർശനമുണ്ട്, റഷ്യയ്ക്ക് വിമർശനമുണ്ട്. ട്രംപിനെ നോബൽ പുരസ്കാരത്തിന് ആരും ശുപാർശ ചെയ്യുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ പരിഭവമുണ്ട്. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച തന്നോട് UN നന്ദി വാക്ക് പറയുന്നില്ല എന്ന പരിഭവമുണ്ട്. അങ്ങനെ നീളുകയാണ് ട്രംപിൻ്റെ UN-ലെ പ്രസംഗത്തിൻ്റെ അതിലെ പരാമർശങ്ങൾ. മധു കൊട്ടാരക്കരയാണ് ന്യൂയോർക്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.